ഒരുവിധം എല്ലാവർക്കും ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതിൽ തന്നെ ചില ആൾക്കാർക്ക് ഡ്രസ്സിനോടായിരിക്കും താല്പര്യം, ചില ആൾക്കാർക്ക് വാച്ചായിരിക്കും, ചില ആൾക്കാർക്ക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ് അങ്ങനത്തതായിരിക്കും താല്പര്യം. ഇന്നെപ്പോലത്തെ ചില ആൾക്കാർക്ക് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില ആൾക്കാർക്കാണെങ്കിൽ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാവും. അതിൽ പെട്ട ആളാണ് എൻ്റെ ഇക്കാക്ക. ഇക്കാക്കക്ക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. പെർഫ്യൂം ഇങ്ങനെ വാങ്ങിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇക്കാക്കക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ജിദ്ദയിലുള്ള ജിദ്ദ പാർക്ക് മാളിൽ റീഫ് എന്ന ബ്രാൻഡിൻ്റെ പെർഫ്യൂമിൻ്റെ ഷോപ്പിലാണ്. ഇവിടെ എത്തിയപ്പോൾ പെർഫ്യൂമിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറിയപ്പം ഓഫർ കണ്ടപ്പം ഇക്കാക്ക് ഇവിടുന്ന് 2-3 പെർഫ്യൂംസ് വാങ്ങി. അപ്പോൾ അത് വാങ്ങിയപ്പം അപ്പോൾ തോന്നിയതാണ് ഇന്നത്തെ വീഡിയോ എടുക്കാന്നുള്ളത്. ഇതുവരെ ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ലേനി. അതുകൊണ്ടാണ് ഈ പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടുന്ന് ഇക്കാക്ക 2-3 പെർഫ്യൂംസ് വാങ്ങി. ഇക്കാക്കൻ്റെ പെർഫ്യൂം കളക്ഷൻസ് കാണണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പെർഫ്യൂമൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെർഫ്യൂമിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇവിടെ വരെ ഓരോ പെർഫ്യൂമിൻ്റെ മുന്നിലും ഒരു ഗ്ലാസിൻ്റെ സംഭവം കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഈ പെർഫ്യൂം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് അതിൻ്റെ ചിത്രവും അതിൻ്റെ പേരും എഴുതി കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഈ പിങ്കിൻ്റെ തൊട്ടടുത്തുള്ളതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ ചേർത്തിട്ടാണ് ഈ പെർഫ്യൂം ഉണ്ടാക്കിയതെന്ന്. ചിലപ്പം തോന്നും ഇതൊക്കെ 3ഉം ചേർത്താൽ ഇങ്ങനൊരു സ്മെല്ല് കിട്ടുന്നില്ലേന്ന്. ചില പെർഫ്യൂം നമ്മളെ നാട്ടിലെ രാസ്നാദിപ്പൊടി ഇല്ലേ, അതേ സ്മെല്ല്. ഞാൻ ചിലപ്പം പറയും ഇത് രാസ്നാദിപ്പൊടി മണക്കണമെന്ന് പറയലുണ്ട് കാക്കനോട്. അതിൽ ഇവിടെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് എന്താണ്, ദിരിയാന്നോ അങ്ങനെ എന്തോ ആണ്. എനിക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. അങ്ങനെ എന്തോ ആണ് നെയിം. അത് ഞാൻ വാങ്ങിന് കേട്ടോ ഇവിടുന്ന്. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇക്കാക്ക വേണോ വെച്ചിട്ട് അങ്ങനെ വാങ്ങി തന്ന്. അപ്പോൾ അത് ഞാൻ വാങ്ങി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളിയേ. ചിലതിൻ്റെ സ്മെല്ലാണെങ്കിൽ നമ്മൾ നാട്ടിൽ ഫസ്റ്റായിട്ട് മഴ പെയ്യുമ്പോൾ ആ മണ്ണിൽ മഴ വീണിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, ഒരു മണ്ണിൻ്റെ മണം. അങ്ങനത്തെ മണമൊക്കെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ മണം ഇഷ്ടമാണ്. പക്ഷേ പെർഫ്യൂമിൽ നമുക്ക് ആ മണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് പൊതുവേ ഒരു ഊത് ടച്ചുള്ള മണങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇക്കാക്ക് പറയും ഊതിൻ്റെ ടച്ചുള്ള പൊതുവേ ആണുങ്ങളാണ് യൂസ് ചെയ്യുക, എനിക്ക് ഈ ആണുങ്ങൾ യൂസ് ചെയ്യുന്ന മണമാണല്ലോ കൂടുതൽ ഇഷ്ടമെന്ന്. പക്ഷെ ഞാനങ്ങനെ ജെൻഡറൊന്നും തിരിച്ചിട്ടില്ല പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ. കാരണം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ. അപ്പം എനിക്ക് പൊതുവേ ഈ ഒരു ഊത് ടച്ചുള്ള മണമാണ് എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ലേഡീസിൻ്റെ സ്മെല്ലുകളൊന്നും എനിക്ക് പൊതുവേ ഇഷ്ടപ്പെടലില്ല. എനിക്ക് ഊത് ടച്ചുള്ള ആ ഒരു ടൈപ്പ് മണമാണ് എപ്പോഴും ഇഷ്ടാവൽ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പെർഫ്യൂമൊക്കെ വാങ്ങിക്കാണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേനോ ജിദ്ദ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ മാളിലും അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ആൾക്കാർ ബാൻഡും മ്യൂസിക്കും മാജിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അത് വീഡിയോ എടുക്കുന്നുണ്ട്. ഓരോ വെയ്ത്തിൽ കുറേ കുട്ടികൾ പോവുന്നുണ്ട്. അതുകൊണ്ടാണോ അറിയില്ല ഇന്നിവിടെ ഭയങ്കര തിരക്കേന് കേട്ടോ. നല്ല ആൾക്കാരുണ്ടേനെ മാളിലൊന്ന്. സാധാരണ ഇത്ര ആൾക്കാരുണ്ടാവലില്ല. പിന്നെ സ്കൂൾ തുറക്കാനായതുകൊണ്ട് അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ നേരെ പോയത് അമിമോൻക്ക് ഒരു ബാഗ് വാങ്ങാണ്ടേനെ കേട്ടോ. അങ്ങനെ ഓനക്ക് സ്കൂളിലേക്കുള്ള ഒരു ബാഗും വാങ്ങി. പിന്നെ നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി.
ഇതാ ഇത് കണ്ടോ, അടുത്തത് മാച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെർഫ്യൂം ഷോപ്പിലാട്ടോ കയറി നോക്കിയത്. ഇത് വെറുതെ കയറി നോക്കിയതാ. ഒരു സീറ്റ് തിരഞ്ഞിട്ടുള്ള നടത്താണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. ഇവിടെ ഫുള്ള് തിരക്കാണ്, ഒരു ചെയർ പോലും കിട്ടാനില്ലേനി, അത്രയും തിരക്കേനി. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അടുത്ത സിനിമകളാണെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് എനിക്ക് കാണിച്ചു തന്നതാട്ടോ ഇത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കാണിച്ചു തരാമെന്നും പറഞ്ഞു കണ്ട് ഇക്കാക്ക് എന്നെയും കൂട്ടി ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഒരു കുട്ടീനെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇലൂനും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പം ഓളെ ഇവിടുന്ന് ഓളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഞാനിതുവരെ തിയേറ്ററിൽ പോയിട്ട് സിനിമ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഇനി എനിക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്കിതുവരെ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീരെ വിചാരിക്കാതെ എടുത്തൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണെന്ന് വിചാരിക്കുന്നു.